ഹായ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഒരു പേടി തോന്നാറില്ലേ? ആ പേടിയെ, ആ ഒരു ടെൻഷനെ അളക്കുന്ന ഒരു സൂചികയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മാർക്കറ്റിൻ്റെ ഫിയർ ഇൻഡെക്സ് എന്ന് പറയും. ഈ നമ്പർ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നിക്ഷേപകർക്ക് ഒരു വെപ്രാളം തുടങ്ങും. എന്താണ് ഇതിൻ്റെ പിന്നിലെ സംഭവം? വാ, നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിന്റെ ആകെയുള്ള ടെൻഷനും പ്രതീക്ഷയുമൊക്കെ ഒരൊറ്റ നമ്പറിലേക്ക് ഒതുക്കാൻ പറ്റിയാലോ? അതെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. നിക്ഷേപകർ മൊത്തത്തിൽ എത്രത്തോളം ടെൻഷനിലാണ് അല്ലെങ്കിൽ കൂളാണ് എന്ന് കാണിക്കുന്ന ഒരൊറ്റ നമ്പർ. ഇതിനെയാണ് നമ്മൾ ഫിയർ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഈ സൂചികയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വോളറ്റിലിറ്റി അഥവാ അസ്ഥിരത എന്താണെന്നറിയണം. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. നമുക്കിതിനെ കടലിലെ തിരമാലകളുമായി ഒന്നുപമിക്കാം. ചില ദിവസങ്ങളിൽ കടൽ ശാന്തമായിരിക്കും, ചെറിയ തിരമാലകളെ കാണൂ. അതുപോലെയാണ് മാർക്കറ്റും. എന്നാൽ ചില ദിവസങ്ങളിലോ വലിയ തിരമാലകൾ ആഞ്ഞടിക്കും. മാർക്കറ്റിൽ വലിയ കയറ്റിറക്കങ്ങളുണ്ടാകും. ഈ കയറ്റിറക്കങ്ങളുടെ ഒരു തീവ്രതയുണ്ടല്ലോ, അതിനെയാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഈ സൂചിക നമ്മളോട് പറയുന്നത് മാർക്കറ്റിൽ എത്ര വലിയ ചലനങ്ങൾ ഉണ്ടാവാം എന്ന് മാത്രമാണ്. അതായത് ആ തിരമാല എത്ര വലുതായിരിക്കുമെന്ന് പറയും. പക്ഷേ ആ ചലനം മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് ഇതൊരു കാരണവശാലും പറയില്ല. ഈയൊരു വ്യത്യാസം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഈ സൂചികയുടെ നമ്പർ 15 ആണെന്ന് വെറുതെ സങ്കല്പിക്കുക. 15, അതിനെ 12ന്റെ സ്ക്വയർ റൂട്ട് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4% എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അടുത്ത 30 ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് ഏകദേശം 4% മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ വെതർ റിപ്പോർട്ട് പോലെയാണ്. ഈ ട്രാഫിക് ലൈറ്റിന്റെ ഉപമ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ? ഈ ഫിയർ ഇൻഡെക്സ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് കാണുമ്പോൾ പേടിച്ചെല്ലാം നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. അതൊരു റെഡ് ലൈറ്റ് അല്ല, പകരം അതൊരു യെല്ലോ ലൈറ്റാണ്. ഒന്ന് സ്പീഡ് കുറച്ച് ചുറ്റുമൊന്ന് നോക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സിഗ്നൽ, അത്രയുള്ളൂ. ആ നമ്പർ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പ്രക്ഷുബ്ധമായ ഒരു കടൽ പോലെയാകാൻ സാധ്യതയുണ്ടെന്ന് കരുതാം. നല്ല ഇളക്കമുണ്ടാകും. ഇനി നമ്പർ കുറവാണെങ്കിലോ മാർക്കറ്റ് ഒരുപക്ഷെ ശാന്തമായ ഒരു കായൽ പോലെയായിരിക്കും. മാർക്കറ്റ് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഗ്ലോബൽ ന്യൂസ് വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് സൂചിക 49% കുതിച്ചുയർന്നത്. ആളുകളുടെ ആ ഒരു പെട്ടെന്നുള്ള പേടിയാണ് അതിൽ കാണുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ശാന്തമായി. സൂചിക പതിയെ പഴയ നിലയിലേക്ക് തിരികെ വന്നു. അനുഭവസമ്പത്തുള്ള നിക്ഷേപകരൊന്നും ഈയൊരു നമ്പറിനെ മാത്രം നോക്കിയിരിക്കാറില്ല. അവർ വേറെയും ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഈ സൂചിക അളക്കുന്നത് മാർക്കറ്റിലെ ചലനത്തിന്റെ വലിപ്പത്തെയാണ്, അതിന്റെ ദിശയെയല്ല. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക.